കല്യാണയോഗം. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻ. അപ്പോഴേക്ക് അവിടെ ആ നോട്ടം ഇഷ്ടപ്പെടാത്തവർ ചവിട്ടിത്തുള്ളി വന്ന് അവളിട്ടിരുന്ന കുട്ടിയുടുപ്പിന്റെ വള്ളി പിടിച്ച് വലിച്ചതും അത് താഴേക്ക് ഊർന്നു വീണത് ഒരുമിച്ചായിരുന്നു. കൃതി അലറിക്കൊണ്ട് തന്റെ ദേഹം കൈകൊണ്ട് മറക്കാൻ നോക്കിയതും അവരുടെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞു. ഉന്നൂടെ സ്വരം പൊങ്ങിയ സൂട്ട് കളയുന്ന മര്യാദയെ നില്ലടി. 10,000 രൂപക്ക് ഉന്നെ ഞാൻ വാങ്ങിയിരിക്കേ. എന്നോട് പണം നീ വഴി എനിക്ക് ഇരട്ടിയായി കിട്ടിയാൽ മതിയാവും. അടങ്ങി നിന്നിൽ കൊല്ലും ഞാൻ. പറച്ചിലിനൊപ്പം അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചവർ അവളെ കൊണ്ടുവന്ന സാരിയിൽ പൊതിഞ്ഞെടുത്തു. കയ്യിലെ ചെപ്പിൽ നിന്ന് ചുവപ്പ് ചായമെടുത്ത് അവളുടെ ചുണ്ടിലും നെറ്റിയിലും ഒരു പൊട്ടുകുത്തി. ഈ സമയം കൊണ്ട് തന്നെ കൃതി അത്രത്തോളം പേടിച്ചിരുന്നു. തന്നെ വെറുതെ വിടാൻ പറഞ്ഞവരെ നോക്കി അപേക്ഷിച്ചു. കാശ് എത്ര വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും അവർ ചെവിക്കൊണ്ടില്ലെന്ന് മാത്രമല്ല, കരഞ്ഞു നിലവിളിക്കുന്നവരുടെ കവിളിൽ ഒരിക്കൽ കൂടെ അവരുടെ കൈ പതിഞ്ഞിരുന്നു. ഇത്രയും നാൾ തൻ്റെ ഇഷ്ടത്തിന് അടിച്ചു പൊളിച്ച ജീവിതം ഇവിടെ വന്ന് അവസാനിച്ചു എന്ന് ആ നിമിഷം കൃതിയും മനസ്സിലാക്കി. കനകമ്മ പുറത്തേക്ക് പോയി 2 നിമിഷങ്ങൾക്കകം തന്നെ ആ മുറിയുടെ വാതിൽ വീണ്ടും തുറക്കപ്പെട്ടു. മുന്നിൽ നിൽക്കുന്ന 50-നോടടുത്ത് പ്രായമുള്ള തടിച്ചുരുണ്ട മനുഷ്യനെ കണ്ട് കൃതി പിന്നിലേക്ക് ആഞ്ഞുപോയി. അപ്പോഴേക്കും അയാൾ വശ്യമായ ചിരിയോട് അവൾക്ക് അടുത്തേക്ക് ചുവടുവെച്ചുകൊണ്ടിരുന്നു. അലസമായി വാരിച്ചുറ്റിയ ആ സാരിക്കുള്ളിലൂടെ അവിടെ ഉടലഴകുകളെല്ലാം വ്യക്തമായിരുന്നു. അയാളുടെ കണ്ണുകൾ ആർത്തിയോടെ തിളങ്ങി. നിമിഷ നേരം കൊണ്ട് അവൾ കാണിക്കുന്ന എതിർപ്പുകൾ വകവയ്ക്കാതെ വസ്ത്രങ്ങൾ വലിച്ചു പറിച്ചു കളഞ്ഞ് അവളുടെ നഗ്നമായ ഉടൽ അയാളുടെ കൈകളിലിട്ട് ഞെരിഞ്ഞു തുടങ്ങി. ഇന്നേവരെ അവളുടെ സമ്മതം കൊണ്ട് അവളുടെ ദേഹത്ത് തൊട്ടവരുടെ കണക്ക് കൂടുതലാണെങ്കിലും ഇങ്ങനെ ഒരെണ്ണം ആദ്യമായിട്ടായിരുന്നു. എന്നാലും ആദ്യത്തെ എതിർപ്പ് മാറി അയാൾക്ക് അവൾ വഴങ്ങിക്കൊടുക്കുമ്പോൾ തൻ്റെ ഇനിയുള്ള ലൈഫ് ഈ മുറിക്കുള്ളിൽ ഒതുങ്ങിയെന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. എത്രയൊക്കെ താല്പര്യമില്ലാതെ നിന്നിട്ടും പതിയെ അവളുടെ ശരീരം അയാളുടെ പരാക്രമണങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇനിയൊരു മോചനം ഇവിടുന്ന് ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൾ ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞു. ഇന്നായിരുന്നു അമ്മുവിൻ്റെ കല്യാണം. വളരെ സന്തോഷമുള്ള ദിവസം. കെട്ടുകഴിഞ്ഞ് പോകുന്നേരമാണ് സരസ്വതി അമ്മയെ എല്ലാവരും കാണുന്നത്. അവരെ നോക്കാൻ മടിച്ചു നിന്നവരോട് അവർ ഇങ്ങോട്ട് തന്നെ വന്നാണ് സംസാരിച്ച്. 2 ദിവസം കഴിഞ്ഞാൽ അവർ ഈ നാട്ടിൽ നിന്ന് പോവുകയാണെന്നും ഇനി അങ്ങോട്ട് തിരിച്ചു വരില്ലെന്നൊക്കെ പറഞ്ഞു. ഒപ്പം ഗൗതം ചെയ്ത എല്ലാത്തിനും അവർ മാപ്പ് പറഞ്ഞു. ഗൗതം ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. അവൻ തന്നെയാണ് അവരോട് നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. അവനായിട്ട് ഇനി ഒരു പ്രശ്നത്തിന് വരില്ലെന്ന് ഉറപ്പ് വന്നിട്ടാണ് സരസ്വതി പോയതെങ്കിലും വീരു അതൊന്നും മൈൻഡേ ചെയ്തില്ലെന്നത് വേറെ കാര്യം. പാലെവിടെയാ അമ്മ? ചുറ്റും നോക്കിയുള്ള ആദിയുടെ ചോദ്യമില്ലാതെ കുറച്ച് മാറിയിരിക്കുന്ന പാൽപാത്രം വിരൽ ചൂണ്ടി കാണിച്ചു. 2 ഗ്ലാസ്സിലേക്ക് പാല് പകർത്തി ആദ്യ ഒരെണ്ണം എടുത്ത് അമ്മുവിന് നേരെ നീട്ടുമ്പോൾ അമ്മു പരിഭ്രമത്തോടെ ആദിയെ നോക്കി. അത് വാങ്ങിച്ചേ അമ്മു, എന്നിട്ട് വേഗം ചെല്ലാൻ നോക്കി. സമയം എത്രയെന്നറിയോ? സതീഷ് ഇരുന്ന് മുഷിഞ്ഞാണ്. ഒന്നാമത് പരിചയമില്ലാത്ത വീടും. ലത മടിച്ചു നിൽക്കുന്നവളെ നോക്കി കണ്ണുരുട്ടി പറയുമ്പോൾ അവൾ ആ പാൽ ഗ്ലാസ് കയ്യിലേക്ക് വാങ്ങിയിരുന്നു. ആദ്യം അവളെ നോക്കി കണ്ണൊന്ന് ചിമ്മി കാണിച്ചു. അമ്മുവിൻ്റെ പുറകെ തന്നെ വീരുവിനുള്ള പാലെടുത്ത് ആദ്യം മുകളിലേക്ക് നടന്നിരുന്നു. ഇപ്പോഴും പാൽ കുടിക്കുന്ന ശീലത്തിന് അവന് യാതൊരുവിധ മാറ്റവുമില്ല. അമ്മുവും സതീഷും വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ടാണ് വന്ന് 2 ദിവസം ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് സതീഷിൻ്റെ അവിടേക്ക് പോകുന്നുള്ളൂ. ഒന്നും പേടിക്കേണ്ട നീ, ഗൗതമല്ല സതീഷ്. അത് നീ ദിവസങ്ങളോട് തന്നെ മനസ്സിലാക്കി എടുത്താണല്ലോ. എല്ലാം മറന്ന് ഇനി നല്ലൊരു ജീവിതം തുടങ്ങി വെക്കേ. ചിരിയോടെ ആദ്യം പറഞ്ഞതും അവളെ നോക്കി തലയാട്ടി അമ്മ മുറിയിലേക്ക് കയറിപ്പോയി. അമ്മ മുറിയിലേക്ക് കയറുമ്പോൾ സതീഷ് മയങ്ങിയിരുന്നു. ഒരു നിമിഷം കയ്യിലുള്ള പാലിലേക്ക് അവൻ്റെ മുഖത്തേക്ക് അവൾ മാറി മാറി നോക്കി. പിന്നെ രണ്ടും കൽപ്പിച്ച് അവനെ തട്ടി വിളിച്ച്. ഞെട്ടി എഴുന്നേറ്റ് അവൻ മുന്നിൽ നിൽക്കുന്നവളെ കണ്ണു തിരുമ്മിയൊന്ന് നോക്കി. 2 നിമിഷം കഴിഞ്ഞപ്പോഴാണ് സ്ഥലകാലബോധം വന്നത്. അത്ര വലുതൊന്നും അല്ലെങ്കിലും കല്യാണത്തിൻ്റെ ക്ഷീണം കൊണ്ട് അവൻ മയങ്ങിപ്പോയെന്ന് മാത്രം. അമ്മുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഇവിടെ കിടന്നതേ ഓർമ്മയുള്ളൂ. മയങ്ങിപ്പോയടോ. ഞാൻ ഈ പാല് കൊണ്ടുവന്നോട് വിളിച്ചതാ. ഞാനങ്ങനെ പാലൊന്നും കുടിക്കാറില്ല. താൻ കുടിച്ചിട്ട് കിടന്നോളൂ. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകുമ്പോൾ അമ്മ ഒന്ന് നിശ്വസിച്ചു. സതീഷ് ഇറങ്ങിയപ്പോൾ തന്നെ അമ്മ വാഷ്റൂമിൽ പോയി വന്നു. ബെഡിൻ്റെ ഒരറ്റത്തായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് സതീഷ്. ഒന്നും മടിച്ചെങ്കിലും അമ്മു ലൈറ്റ് അണിച്ച് അവന് മറുവശം കിടന്നു. മങ്ങിയ വെളിച്ചത്തിൽ തനിക്ക് നേരെ തിരിഞ്ഞെടുക്കുന്നവനെ കണ്ട് അമ്മ ഒന്ന് പതറി. താനിങ്ങനെ നെർവസാവേണ്ട ആവശ്യമൊന്നുമില്ല. പരസ്പരം സംസാരിച്ച് തന്നെയാണല്ലോ നമ്മളിങ്ങനെ ഒരു വിവാഹബന്ധത്തിലേക്ക് കടന്ന്. എന്ന് കരുതി ചാടിക്കയറി അവകാശം സ്ഥാപിക്കാൻ ഞാൻ വരില്ല. അതുപോലെ തൻ്റെ അടുത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് സമയമുണ്ടല്ലോ. പരസ്പരം മനസ്സിലാക്കി പതുക്കെ മതിയല്ല. അവളുടെ തോളിലൊന്ന് തട്ടി അവൻ പറയുമ്പോൾ അമ്മുവിൻ്റെ മുഖത്ത് ഒരു ആശ്വാസം നിറഞ്ഞു. നല്ലൊരു ജീവിതം പ്രത്യാശിച്ചുകൊണ്ടാണ് അവർ 2 പേരും ഉറക്കത്തിലേക്ക് വീണത്. നെഞ്ചിൽ തഞ്ചി നിന്റെ കൊഞ്ചൽ നാദം പാടും പാട്ടിൻ്റെ പഞ്ചാമൃതം കണ്ണിൽ മിന്നി കനൽ മിന്നൽ നാളം ആരും കാണാത്ത ദീപാങ്കുരം നിന്നോട് മിണ്ടാൻ നിന്നെ തലോടാൻ
ചുണ്ടോട് ചുണ്ടിൽ തേനുണ്ട് പാടാൻ മോഹിച്ചു നിൽപ്പാണു ഞാൻ. നിനക്കെന്തഴകാണഴകേ നിറവാർ മഴവിൽ ചിറകേ നിലവിൽ വിരിയും നിലവേ. പാടി നിർത്തുന്നതിനോടൊപ്പം അവളുടെ അധരങ്ങൾ വിടർത്തി അവിടെ അമർത്തി നുണഞ്ഞെടുത്തിരുന്നവൻ ആദ്യമൊന്ന് ഉയർന്നു പൊങ്ങിയത് വീരുവിന്റെ ദേഹം കൂടെ അവളിലേക്ക് അമർന്നിരുന്നു. അവളുടെ പിടച്ചിലുകളെ കൈപ്പിടിയിൽ അടക്കി പിടിച്ചുകൊണ്ടുള്ള ചുംബനം. വിരലുകൾ വീണ്ടും അവളെ മീട്ടാൻ തുടങ്ങിയിരുന്നു. കഴുത്തിടക്കിൽ അമർന്നവന്റെ അധരങ്ങൾ അവിടമാകെ നുണഞ്ഞു. നെഞ്ചിലായി എത്ര അടക്കി പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടും അവന്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങി. നോവിൽ അവനെ തട്ടിമാറ്റി ആദ്യം അവനെ കണ്ണു കൂർപ്പിച്ച് നോക്കി. ചെക്കൻ്റെ കവളിൽ അമർത്തി പിടിച്ചൊന്ന് വലിച്ചു വിട്ടു. വാക്ക് മാറുന്നോടാ, നീ അല്ലേ പറഞ്ഞു നീ കടിക്കില്ലാന്ന്. പുതപ്പെടുത്ത് ദേഹത്തേക്കിട്ട് ആദ്യം വീണ്ടും അവനെ നോക്കി പേടിപ്പിച്ചു. എപ്പോ? എനിക്കോർമ്മയില്ല. അവന്റെ മുഖം അങ്ങേയറ്റം നിഷ്കളങ്കമായി. വീരു? ആദ്യം അവനെ കടുപ്പിച്ച് വിളിച്ചു. പറ്റണ്ടടി, ഇതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ കടിച്ചു പിടിച്ച് കിടക്കുക. പറയിലും പുതച്ചിരിക്കുന്ന പുതപ്പെടുത്ത് വീരു സൈഡിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. അരണ്ട വെളിച്ചത്തിൽ വീരു മിഴികൾ വീണ്ടും അവന്റെ പിന്നിലൂടെ തെന്നി നീങ്ങി. അവന്റെ നോട്ടത്തിൽ ആദ്യം നാണം കൊണ്ട് ചൂളിപ്പോയി. ഇതുവരെയായിട്ട് എൻ്റെ പൊന്നിൻ്റെ നാണം മാറിയില്ലേ? കാതിന് താഴെയുള്ള മറുകിന് അവൻ്റെ ചുണ്ടുകൾ നുണഞ്ഞ് വലിച്ചു. മുഖമുയർത്തി അവൻ്റെ അധരങ്ങളിൽ ആദ്യം അമർത്തി ചുംബിച്ചു. വീരുവിൻ്റെ നിശ്വാസം അവളിൽ ഒന്നുകൂടെ പടർന്നു കയറി. നിർത്താതെ അടിക്കുന്നുണ്ട് വീരുവിൻ്റെ ഫോൺ. ആദ്യം നിന്ന് വിട്ടുമാറാൻ പറ്റാതെ അവൻ കൈയെത്തിച്ച് ഫോൺ സൈലൻ്റ് ആക്കി വെച്ചു. ഒരു പ്രാവശ്യം റിങ് ചെയ്ത് കഴിഞ്ഞ് ഫോൺ ഒന്നുകൂടെ അടിച്ചു തുടങ്ങി. ആദ്യത്തേത് ആദ്യം ശ്രദ്ധിച്ചില്ലെങ്കിലും രണ്ടാമത്തേത് അടിച്ചപ്പോൾ അവൾ കൂമ്പി അടഞ്ഞ മിഴികൾ വലിച്ചു തുറന്നു. അത്യാവശ്യക്കാരെങ്കിലും ആവും, അത് ഈ സമയത്ത് ഇങ്ങനെ വിളിക്കണമെങ്കിൽ. സ്വല്പം ബലം പിടിച്ച് ആദ്യം അവനെ ദേഹത്തുനിന്ന് മാറ്റാൻ നോക്കുമ്പോൾ അവനൊന്നുകൂടെ ഒട്ടിപ്പിടിക്കുകയാണ്. ഫോൺ അടിക്കുന്നു വീരു, ഈ നേരത്തെ വിളിക്കണമെങ്കിൽ ഏതെങ്കിലും അത്യാവശ്യക്കാരായിരിക്കും. നേരത്തെ കിതപ്പോട് അവൾ പറയുമ്പോൾ വീരുവിൻ്റെ മുഖം അവളുടെ മാറിൽ നിന്ന് ഉയർന്നു. കൈയൊന്ന് എത്തിച്ച് അവൻ ഫോൺ എടുക്കാൻ നേരം അത് വീണ്ടും കട്ടായി. എന്നാൽ അടുത്ത നിമിഷം ബെല്ലടിച്ച ആദിയുടെ ഫോണാണ്. ആ നിമിഷം വീരുവിൻ്റെ മുഖത്ത് ആകുലത നിറഞ്ഞു. കൈയെത്തിച്ച് വീരു തന്നെയാണ് ഫോൺ എടുത്ത്. അജുവിൻ്റെ നമ്പരാണ്. നിവിയുടെ ഡേറ്റ് അടുത്തിരിക്കുകയാണല്ലോ. വീരു വേഗം ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ആദി, വീരു ഉറങ്ങിയോ? ഞാനടാ, നീ പറ. അപ്പുറത്ത് അജുവിൻ്റെ നേരത്തെ കിതപ്പ് കേൾക്കുന്നുണ്ട്. എടാ ആൺകുട്ടിയാ, അത്രമാത്രമേ അജു പറഞ്ഞുള്ളൂ. എത്രത്തോളം അവനിപ്പോൾ സന്തോഷത്തിലാണെന്ന് ആ ശബ്ദത്തിൽ അറിയുന്നുണ്ട്. വീരുവിൻ്റെ മുഖവും വിടർന്നു. ഇത്രയും നേരം ടെൻഷനോടെ അവരെ നോക്കിയിരുന്ന അവൻ്റെ മുഖത്ത് വിരിഞ്ഞ ചിരി കണ്ട ആശ്വാസം തോന്നി. നിവി? കുഴപ്പമൊന്നുമില്ലടാ, സിസേറിയനായിരുന്നു. എന്നാലും കുഴപ്പമില്ല, പെയിൻ വന്നിന്ന് വൈകിട്ട് അഡ്മിറ്റ് ആയത്. പറയുമ്പോൾ അവൻ്റെ ശബ്ദമൊന്ന് ഇടറി. ഞാൻ വരണോടാ? രാവിലെ എത്തിയാൽ മതിടാ, ഞാൻ ബാക്കിയുള്ളവങ്ങളോട് വിളിച്ചു പറയട്ടെ. അത്രമാത്രം പറഞ്ഞ് അവൻ വയ്ക്കുമ്പോൾ വീരുവിൻ്റെ മുഖത്ത് നിറഞ്ഞ ചിരി വിരിഞ്ഞു. അടുത്തിരിക്കുന്ന ആദ്യം കെട്ടിപ്പിടിച്ച് അമർത്തി മുത്തിക്കൊണ്ട് അവൻ ബെഡിലേക്ക് വീഴുമ്പോൾ കാര്യങ്ങളെല്ലാം അവളോടും പറഞ്ഞിരുന്നു. പ്രൊജക്റ്റിന്റെ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ നോക്കി നാളത്തെ വൈവയ്ക്ക് പ്രിപ്പയർ ചെയ്ത് കിടക്കാൻ നേരമാണ് ഫോണിലെ മെസ്സേജ് ട്യൂൺ കണ്ട് അമ്മു എടുത്തു നോക്കിയത്. നികേതിന്റെ മെസ്സേജാണ്. നിവിക്കും അജുവിനും ഉണ്ണി പറഞ്ഞു. അമ്മു സന്തോഷത്തോടെ അവനൊരു മെസ്സേജ് ഇട്ടു. നിവിക്ക് സിസേറിയൻ ആയതുകൊണ്ട് തന്നെ പിറ്റേന്ന് വൈകുന്നേരമാണ് അവളെ മുറിയിലേക്ക് മാറ്റുകയുള്ളൂ. അജുവിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവനും പറഞ്ഞ് വൈകുന്നേരത്തോടെ എത്തിയാൽ മതിയെന്നാണ്. വീരു ആദ്യം പോവാൻ നിൽക്കുന്ന നേരമാണ് മാള് കോളേജിൽ നിന്ന് വന്നത്. വൈവയും പ്രൊജക്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അവൾ അവളുടെ കോളേജ് ലൈഫിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇനി എക്സാം റിസൾട്ടിന് വേണ്ടി വെയിറ്റ്. നിവിയെയും കുഞ്ഞിനെയും കാണാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ മാളുവിനും വരണം. അപ്പോൾ പിന്നെ അവളെയും കൂട്ടിയാണ് അവർ ഹോസ്പിറ്റലിലേക്ക് പോയത്. വീരു ആദ്യം മാളും വന്ന് കയറുമ്പോൾ നിവിയെ റൂമിലേക്ക് മാറ്റിയിട്ട് അരമണിക്കൂറിനടുത്തേ ആയിട്ടുള്ളൂ. അജുവും നികേതും നിവിയുടെ അമ്മയും അജുവിൻ്റെ അമ്മയുമാണ് അവിടെ ഉള്ളത്. അച്ഛന്മാർ രണ്ടുപേരും ഇപ്പോഴാണ് പുറത്തേക്ക് പോയത്. വീരു ചെന്നപാട് അജുവിനെ കെട്ടിപ്പിടിച്ച് സന്തോഷം കാണിക്കുമ്പോൾ ആദ്യം കുഞ്ഞിൻ്റെ അടുത്തേക്ക് നടന്നു. നിവിയുടെ അമ്മയുടെ കയ്യിലാണ് അവൻ. നീല കളർ ടർക്കിയിൽ പൊതിഞ്ഞ് ചെറിയൊരു ഡോൾ പോലെയാണ് ചെക്കൻ. ആദ്യം അവൻ്റെ റോസ് നിറമാർന്ന കൈവിരലിൽ പതിയൊന്ന് തൊട്ടു. അവൾക്ക് പിറകെ തന്നെ മാളും വീരു ഒരു ചിരിയോടെ വാവയെ നോക്കി നിൽപ്പുണ്ട്. നിവി അവനെ നോക്കി നിറഞ്ഞ് ചിരിച്ചു. നീ ഏത് ക്യാനിൽ പോയി എന്തെങ്കിലും കഴിച്ചു വരാമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ മാളുവിനെയും കൂടി വീരു അവൻ്റെ കൂടെ പറഞ്ഞയച്ചു. കോളേജിൽ നിന്ന് വന്ന് വീട്ടിൽ കയറി കുളിച്ച് ഫ്രഷായി പെട്ടെന്ന് വന്നുകൊണ്ട് അവളൊന്നും കഴിച്ചില്ലായിരുന്നു. വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് നീയേതും മാളുവിനെയും കൂട്ടി ക്യാൻറ്റീനിലേക്ക് നടന്നു. അവൻ 2 കട്ട്ലേറ്റ് ഓർഡർ ചെയ്തപ്പോൾ മാളു പപ്സിനാണ് ഓർഡർ കൊടുത്തത്. പെണ്ണിന് അതിലാരോ കൈവശം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ വൈവയും പ്രൊജക്റ്റൊക്കെ? ആ, കുഴപ്പമില്ല. വായിലിരിക്കുന്ന ഇറക്കിയിട്ട് മുന്നിലിരിക്കുന്ന നാരങ്ങാ വെള്ളം അവളൊരു കവിൾ കുടിച്ചു. സംസാരം നീണ്ടുപോകുന്നതിനോടൊപ്പം വയറു നിറഞ്ഞു.
നിന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ആ പപ്സിന്റെ പൊടി കൂടായിരുന്നു പെർഫെക്റ്റ്. ചുണ്ട് കടിച്ച് ചിരിയോടെ നീക്കിയത് പറഞ്ഞിരുത്തുമ്പോൾ മാളുവിന്റെ മുഖമൊന്ന് വീർത്തു. ഈ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞാൽ പോവും. പറച്ചിലിനൊപ്പം അവൾ ജീനിന്റെ പോക്കറ്റിൽ നിന്ന് ടവലെടുത്ത് മുഖം തുടച്ച് അവനെ കണ്ണുരുട്ടി നോക്കി. പക്ഷെ അപ്പോഴും ചുണ്ടിന്റെ ഭാഗത്തുനിന്ന് പോയിട്ടില്ല. വല്ല ആവശ്യമുണ്ടോ? നിനക്ക് ആ കട്ട്ലേറ്റ് തന്നെ കഴിച്ചാൽ പോരായിരുന്നു? ഈ പപ്സൊക്കെ വീട്ടിൽ പോലും സമാധാനമായിട്ട് കഴിക്കാനുള്ളതാ. അവളെ ചൂടാക്കാൻ പറയുന്നതിനൊപ്പം കയ്യിൽ നിന്ന് കർച്ചീഫ് വാങ്ങിച്ച് നികയെ തന്നെ അവളുടെ ചുണ്ട് തുടച്ചു കൊടുത്തു. പോടാ, എനിക്ക് ഇതാ ഇഷ്ടം, ഞാൻ ഇതേ കഴിക്കും. നിക്ക്, ഞാൻ പോയി മുഖം കഴുകിയിട്ട് വരാം. പറച്ചിലിനൊപ്പം അവൾ ചുണ്ടൊന്ന് കൊട്ടി എഴുന്നേറ്റ് ഒരു ചിരിയോടെ അവൻ താടിക്ക് കൈ കൊടുത്ത് നോക്കിയിരുന്നു. ഡേ, ഞാൻ പറഞ്ഞില്ലേ, അത് സത്യാട്ടോ. പഴയ പോലെയല്ല, നീ നല്ലൊരു സുന്ദരി കുട്ടി ആയിട്ടുണ്ട് ഇപ്പോൾ. ബില്ലടിച്ച് അവർക്ക് കഴിക്കാൻ വേണ്ട സാധനങ്ങൾ വാങ്ങിച്ച് അവർ മുറിയിലേക്ക് നടക്കും വഴി നികേതിന്റെ പറച്ചിലിനെ കണ്ണിറുക്കിയൊരു താങ്ക്സും പറഞ്ഞ് മാള് പോകുമ്പോഴും അവന്റെ ചുണ്ടിൽ മായാത്തൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അവര് മുറിയിലെത്തുമ്പോൾ എല്ലാവരും എന്തൊക്കെയോ സംസാരിച്ചിരിപ്പാണ്. മാളു ആദിയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. കുഞ്ഞൻ പാലൊക്കെ കുടിച്ച് വയറു നിറച്ച് എല്ലാവരെയും കുഞ്ഞിക്കണ്ണുകൾ തുറന്ന് നിരീക്ഷിക്കുകയാണ്. ആദി കണ്ണു ചിമ്മാതെ കുഞ്ഞിച്ചക്കന് നോക്കിയിരിക്കുകയാണ്. എന്തിനോ അവളുടെ ഉള്ളൊന്ന് തുടിച്ചു. അവരിൽ നിന്നും കണ്ണു മാറ്റാൻ തോന്നുന്നില്ല. ഇത്രനാൾ വെറുതെ ചെറിയൊരു മോഹമായി അവളുടെ ഉള്ളിൽ ഉടലെടുത്ത കുഞ്ഞെന്നുള്ള മോഹം ആ നിമിഷം ആദിയിൽ കൂടി വന്നു. തങ്ങളുടെ പ്രണയവല്ലരിൽ പൂക്കുന്ന ഇതുപോലൊരു മോനെയോ മോളെയോ അവൾ ആഗ്രഹിച്ചു പോയി. ആ സമയം വീട്ടിലെത്തിയിട്ടും ആദിയുടെ ഉള്ളിൽ നിന്ന് ആ കുഞ്ഞുമുഖം മാഞ്ഞു പോകുന്നില്ല. ഒരുപാട് ആഗ്രഹിച്ചു പോകുന്നു. പക്ഷെ വീരുവിനോട് പറയാനൊരു മടിയാണ്. വേറൊന്നുമല്ല, അവന് താല്പര്യമില്ല. കഴിഞ്ഞ ആഴ്ച കൂടി പറഞ്ഞ അത് തന്നെയാണ്, ഒരുപാട് നാൾ കഴിഞ്ഞു മതിയെന്ന്. അതുവരെ അവനാണത്ര തൻ്റെ കുഞ്ഞ്. ആ ചെക്കനോട് ഇനി പോയി എന്ത് പറയാനാണ്? ആദിയുടെ മനസ്സ് എന്തിനെന്നില്ലാതെ ഉഴറിപ്പോകുന്നു. അപ്പോഴേക്കൊരു മൂളിപ്പാടിനൊപ്പം ഒരുത്തൻ കയറി വരുന്നുണ്ട്. അവിടെ കഴുത്തിലൂടെ കൈയിട്ട് മുഖം തിരിച്ച് കവിളിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തവൻ ആദിയുടെ അടുത്ത് ടേബിളിരിക്കുന്ന ഫോണും എടുത്ത് ബെഡിലേക്ക് വീണു. അവനെ നോക്കിയിട്ടിരുന്ന ചുരിദാർ മാറ്റി മറ്റൊരു ടോപ്പ് എടുത്തിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും നീട്ടിവെച്ച കാലുകൊണ്ട് അവൻ അവളെ ലോക്കാക്കി വെച്ചു. പെട്ടെന്ന് അവൾ മുന്നിലേക്ക് ആഞ്ഞെങ്കിലും വീണില്ല. വീട്ടാ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ആദ്യം അവന്റെ കാലിലടിച്ച് പറഞ്ഞെങ്കിലും അവന് വലിയ മൈൻഡില്ല. വീരു നിന്നോടാ പറഞ്ഞേ, കളിക്കാതെ വീട്ടിൽ ചെക്ക. ആദ്യം ഒന്നുകൂടെ കുതിറിയതും അവൾ വീണ്ടും ചെരിഞ്ഞു പോയി. അപ്പോഴേക്ക് എഴുന്നേറ്റവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്കിട്ട് കഴിഞ്ഞിരുന്നു. നീ പോയിട്ടാണോ മലമറിക്കാനുള്ള പണിയൊന്നുമില്ലല്ലോ, പതിയെ പോയാൽ മതി. ഇനി പോയില്ലേലും പ്രശ്നമൊന്നുമില്ല. അത് നീയാണ് തീരുമാനിക്കുന്നേ? ആ, ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നേ. പറച്ചിലിനൊപ്പം അവളെയും കൊണ്ട് മറിഞ്ഞവൻ ആദ്യം തനിക്ക് ഈഴാക്കിയിരുന്നു. കൂർപ്പിച്ച് നോക്കുന്ന പെണ്ണിന്റെ മിഴികളിൽ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ മുഖം താഴ്ത്തി അവളുടെ കഴുത്തിടുക്കിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. മേലെ അവൻ അവിടെ നുകർന്നു തുടങ്ങി. ആദി പിടച്ചിലോട് അവന്റെ പുറത്ത് അള്ളിപ്പിടിച്ചു. എനിക്കൊരു കൊതി തോന്നുന്നടി. ആ, അത് പുതുമയുള്ള കാര്യമല്ലല്ലോ. പക്ഷെ എൻ്റെ ചെക്കന് കുറച്ച് കൂടുതലാണെന്ന് മാത്രം. പക്ഷേ ഇപ്പൊ നടക്കില്ല വീരു, എനിക്ക് പോണം. ആദ്യം അവനെ തള്ളി മാറ്റി എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും വീരു വിട്ടില്ല. കെട്ടിപ്പൂട്ടി ലോക്ക് ചെയ്ത് അവന്റെ കൈക്കുള്ളിൽ ഒതുക്കി വെച്ചു. അതല്ല എൻ്റെ പെണ്ണെ, അതെനിക്ക് വേണം. പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞ മറ്റൊന്നിനെ കുറിച്ചാ. അടക്കി പിടിച്ച സ്വരത്തോടെ അവളുടെ കാതിൽ അമർത്തിയൊന്ന് ചുംബിച്ചവൻ. എന്താടി ഈ പറയുന്നേ? ഒന്ന് തെളിച്ച് പറയുന്നുണ്ടോ നീ? ആദിക്ക് ദേഷ്യം വന്ന് തുടങ്ങി. ഇനി എന്തെങ്കിലും കഴിക്കാനുള്ള കൊതിയാണോ? എന്തായാലും തന്നെ വിട്ടാനല്ലേ പറ്റൂ. ഇവിടെ ഒരാൾ വന്നാൽ എങ്ങനെയുണ്ടാകും? അജുവിനെ പോലെ എനിക്കൊരു അച്ഛനാവുള്ള പൂതി വരുന്നുണ്ടോ എന്നൊരു സംശയം. എന്ത് ചെയ്യും? ടോപ്പിൻ്റെ ഉള്ളിലൂടെ വയറിലേക്ക് എത്തിയ അവൻ്റെ കരം അവിടെ മൊത്തത്തിൽ തഴുകി. പക്ഷെ ആദ്യം അപ്പോഴും അവൻ പറഞ്ഞതിൻ്റെ ഷോക്കിൽ നിന്ന് പുറത്തു വന്നില്ല. ആദി, പെണ്ണിൻ്റെ കണ്ണുമിഴിച്ചുള്ള കിടപ്പ് കണ്ടവൻ അവളെ പിടിച്ചൊന്ന് കുലുക്കി. ഇതാരേ പറയുന്നേ? എന്തേ, നിനക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? ഇല്ല, പ്രത്യേകിച്ച് നീ പറയുമ്പോൾ. എന്നാൽ ഇപ്പോൾ വിശ്വസിച്ചു. എനിക്ക് പറയണമെന്നുണ്ട്. നമുക്ക് സ്നേഹിക്കാൻ ഒരാൾ കൂടെ നമ്മുടെ ഇടയിൽ വന്നാൽ എങ്ങനെ ആവുമെന്ന്. ചുമ്മാ കളി പറയല്ലേ വീരു? ആദ്യം അവൻ്റെ കവിളിൽ അമർത്തി പിടിച്ച് വലിച്ചു. ഞാൻ കളി പറയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ചേടാ, ഇതിപ്പോൾ തെളിയിച്ചേരാൻ ഇപ്പം തന്നെ അതിനുള്ള പ്രിപ്പറേഷൻ ഞാൻ തുടങ്ങണം. രാത്രിയിലേക്ക് മാറ്റി വെച്ചാ പിന്നെ നീ വിശ്വസിക്കാൻ ഇപ്പം തുടങ്ങാൻ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. പറച്ചിലിനൊപ്പം ഒന്നുകൂടെ വട്ടം കറങ്ങി അവൻ അവൾക്ക് മേലെ തന്നെ വന്ന് നിന്നു. കണ്ണടച്ച് തുറക്കും മുന്നേ കള്ളച്ചിരിയോടെ തന്നിലേക്ക് താഴുന്നവൻ്റെ മുഖം. ഇരു വേണ്ട, ഒറ്റയ്ക്ക് മാറിക്കേ. ആദി പതർച്ചയോടെ അവനെ നോക്കി. സംശയം തീർക്കേണ്ടേ നിന്നെ വിശ്വസിപ്പിക്കാതെ ഞാൻ മാറുന്ന പ്രശ്നമില്ല. കഴുത്തിൽ അമർന്നവൻ്റെ മുഖം അവിടെ പരിധി തുടങ്ങിയത് പെട്ടെന്നാണ്. ഗ്ലൗസ് ടോപ്പിനുള്ളിലൂടെ നുഴഞ്ഞു കയറിയവൻ്റെ കൈ അവിടെ ഒരു വശം കെടുത്തി. ആദി പൊളഞ്ഞുപോയി. കഴുത്തിലെ ഓരോ അണുവും അവൻ നുകർന്നുകൊണ്ടിരിക്കുകയാണ്. വിരലുകൾ അവളിലേക്ക് നൂണ്ട് കയറി. വിട്ട് പ്ലീസ്. ആദിയുടെ സ്വരം നന്നേ പതിഞ്ഞു പോയി. അവനത് കേട്ട ഭാവം നടിച്ചില്ല. കുറുകിക്കൊണ്ട് അവിടെ ടോപ്പ് അഴിക്കാൻ ശ്രമിക്കുവനെ തടഞ്ഞത് വാതിലിലെ കൊട്ടാണ്. മാളുവാണ്. ആദിയെ താഴെ കാണാത്തോണ്ട് വിളിക്കാമെന്നാണ് അവൾ.
ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിക്ക് രാത്രിയിലെ ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ വീട്ടിലേക്ക് വന്നത്. ഇതിപ്പോൾ മാളു കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് ഒരു കുക്കിംഗ് വീഡിയോയിലെ കമൻസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിക്കുകയാണ്. ഇന്നലെ അവൾ പ്രൊജക്റ്റും വൈവൊക്കെ കൊണ്ട് തിരക്കായതുകൊണ്ട് ഇന്നാണ് ഇതൊക്കെ നോക്കാനുള്ള സമയം കിട്ടിയത്. വീഡിയോ എന്തെങ്കിലും പറയും മുന്നേ ആദ്യം അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു. ഒരു 10 മിനിറ്റ് നീ താഴേക്ക് നോക്കാം, ഞാനിപ്പോൾ വരാം. ആദ്യം വിളിച്ചു പറഞ്ഞതായി മാളു താഴേക്ക് ഇറങ്ങി. അപ്പോഴേക്ക് ഇവിടെ ഒരുത്തൻ അവിടെ കയ്യിലൊരു കുഞ്ഞൊരു കടി കൊടുത്തതും ആദ്യം കൈ വലിച്ച് വീണ്ടും ടോപ്പിൽ പിടിച്ചവൻ ആദ്യം കണ്ണുരുട്ടി നോക്കി. നിനക്ക് വിശ്വാസമാവണ്ടേ? നീ അധികം കഷ്ടപ്പെടണ്ട, ഞാൻ വിശ്വസിച്ചു പോരെ. അവൾ പറഞ്ഞു നിർത്തിയ നിമിഷം വീര് മുഖം താഴ്ത്തി ആ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചു. മതി മതി, ഇനി പറ, എൻ്റെ കുശുമച്ചക്കൻ്റെ കുശുമൊക്കെ മാറിയോ? അപ്പോൾ ആദ്യം പുരികമുയർത്തി അവനെ നോക്കുമ്പോൾ വീരൊന്നും മിണ്ടിയില്ല. പറഞ്ഞി, ഇനി നമ്മുടെ മോനോ മോളോ വന്നാ ഞാൻ അവരെ കൂടുതൽ സ്നേഹിച്ചു പോയാലോ? നിന്നെ നോക്കാൻ പോലും എനിക്ക് സമയം ഉണ്ടാവില്ല. കളിയോട് ആദ്യം പറഞ്ഞു നിർത്തിയെങ്കിലും വീരുവിൻ്റെ മുഖം നിമിഷ നേരം കൊണ്ട് വാടിയത് കണ്ട് ആദ്യം കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. വലിയ ചെക്കനായി പാട്ടുകാരനായി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോഴും 2 വാക്ക് മതി ചെക്കൻ്റെ ഫ്യൂസ് പോവാൻ. നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം നിങ്ങളെ. സ്വരം താഴ്ത്തി അവൻ പറഞ്ഞു നിർത്തുമ്പോൾ പിണക്കത്തിനൊപ്പം പരിഭവമുണ്ട് ആ വാക്കുകളിൽ. പക്ഷെ അത് അവളോട് തുറന്നു കാണിക്കാനും പറ്റുന്നില്ല. അത് ആദിക്കും മനസ്സിലായി. എന്താ കേട്ടില്ല ഞാൻ? ആദ്യം വീണ്ടും കളിപ്പിക്കുകയാണ് അവനെ. ഇടയ്ക്കൊക്കെ അവൻ്റെ ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ പുറത്തു വരുള്ളൂ. ആ സമയം ആദ്യം അവൻ ഒരുപാട് കളിപ്പിക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങളെ ചുമ്മാ കളിപ്പിച്ച് ദേഷ്യം പിടിപ്പിക്കില്ലേ, അതുപോലെ. വീരുവിൻ്റെ മുഖം ഏതാണ്ട് ഇപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്. പക്ഷേ ദേഷ്യത്തിനപ്പുറം കുശും പൂത്തി ചുവന്ന് വീർത്ത ആ മുഖം കാണാനൊരു പ്രത്യേക ഭംഗിയുമുണ്ട്. ഇതിപ്പോൾ അവന് കുഞ്ഞ് വേണം, അതിന് നല്ല ആഗ്രഹമുണ്ട്. അതിലുപരി ആദിയിലും നല്ല ആഗ്രഹമുണ്ടെന്ന് വീരവും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ കുഞ്ഞ് വന്നാൽ അവൻ്റെ പ്രയോറിറ്റി പോകരുത്. താൻ കഴിഞ്ഞിട്ട് മതി മറ്റാരും. എപ്പോഴാണ് ഇവളോട് ഇങ്ങനെ ഒരു സ്വാർത്ഥം നിറഞ്ഞ സ്നേഹം വന്നെന്ന് അവന് തന്നെ മനസ്സിലാവുന്നില്ല. ആദ്യം അപ്പോഴും എന്തൊക്കെയാ അവനോട് പറയുന്നുണ്ട്, എല്ലാം കുഞ്ഞിനെ കുറിച്ചാ. കുഞ്ഞ് വന്നാലും ആര് വന്നാലും ഞാൻ കഴിഞ്ഞിട്ട് മതി, നീ എന്നെ നോക്കിക്കോ, കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. സായികേട്ട് അവൻ പറഞ്ഞിരുത്തുമ്പോൾ ആദ്യം വാപ്പുത്തി പൊട്ടിച്ചിരിച്ചു. പിന്നെ നോക്കുന്ന ഒരാള്. ആദി, വീരുവിന് ശരിക്കും ദേഷ്യം വന്നു പോയി. ആദ്യം ഒന്ന് അടങ്ങി. കുഞ്ഞ് വരട്ടെ, ഈ 2 പേരെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം പോരെ. അവൻ്റെ മുഖം കയ്യിലെടുത്തവൾ പറഞ്ഞു നിർത്തുമ്പോൾ മുറുകി നിന്നവൻ്റെ മുഖമൊന്ന് അയഞ്ഞെങ്കിലും പിണക്കം മുഴുവനായങ്ങ് മാറിയില്ല. പതിയെ കുറച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ചെക്കനെ മെരുക്കി അവിടെ കിടത്തി ആദ്യം താഴെ മാളുവിനടുത്തേക്ക് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ നിമ്മി എഴുതുന്ന മനോഹരമായ കഥ തെമ്മാടി ചെക്കൻ്റെ വായാടി പെണ്ണ് ആരംഭിക്കുന്നതാണ്.